CPI സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടറി സ്ഥാനത്തെ ചൊല്ലി തർക്കം. പ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായതിനെ തുടർന്ന് സമ്മേളനം അല്പസമയം നിർത്തിവെക്കേണ്ടി വന്നു. കെ ഇസ്മായിൽ വിഭാഗവും കാനം രാജേന്ദ്രൻ വിഭാഗവും തമ്മിലാണ് തർക്കം. ഇതിനിടെ സമ്മേളനത്തിൽ പന്ന്യൻ രവീന്ദ്രൻ വികാരാധീനനായി. പരിമിതികളുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ബലികഴിച്ചിട്ടില്ലെന്ന് പന്ന്യൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. അങ്ങേയറ്റം വിഭാഗീയത നിറഞ്ഞ ചർച്ചയാണ് പ്രതിനിധി സമ്മേളനത്തിൽ നടന്നത്. ഒരു ഘട്ടത്തിൽ പ്രതിനിധി സമ്മേളനം ഏതാനും മിനിറ്റുകൾ നിർത്തിവെക്കേണ്ടതായി വന്നു. ചുവപ്പ് സേനയ്ക്കായി നീക്കിവെച്ച 10 ലക്ഷം രൂപ കെ ഇസ്മായിൽ ദുരുപയോഗം ചെയ്തുവെന്ന കാനം രാജേന്ദ്രൻ പക്ഷത്തിന്റെ ആരോപണമാണ് തർക്കത്തിന് വഴിവെച്ചത്. ഒടുവിൽ സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഇടപെട്ടാണ് തർക്കത്തിന് പരിഹാരമായത്. എന്നാൽ ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ദേശീയ കൗൺസിൽ അംഗം ബിനോയ് വിശ്വം പിന്നീട് പറഞ്ഞു. താൻ സെക്രട്ടറി സ്ഥാനം ഒഴിയുകയാണെന്ന പന്ന്യൻ രവീന്ദ്രന്റെ മുൻകൂട്ടിയുള്ള പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സമ്മേളനത്തിൽ വിമർശനമുയർന്നതായി അദ്ദേഹം പറഞ്ഞു. അത് പല സഖാക്കളും ചോദിച്ചതാണ്. അത് പാർട്ടി സെക്രട്ടറിയുടെ മറുപടി ഒന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഒഫീഷ്യലായിട്ട് പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ മുഖപത്രമായ നവയുഗത്തിൽ അത് ഒഫീഷ്യലായിട്ട് പറയാൻ പാടില്ലായിരുന്നു. പുതിയ സംസ്ഥാന കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. പുതിയ കൗൺസിൽ യോഗം ചേർന്ന് പുതിയ സെക്രട്ടറിയെ നിശ്ചയിക്കും. കെ ഇസ്മായിലിനെയും കാനം രാജേന്ദ്രനെയും അനുകൂലിക്കുന്നവർ ശക്തമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഒരു സമവായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര നേതൃത്വം. ഈ പശ്ചാത്തലത്തിൽ പന്ന്യൻ രവീന്ദ്രൻ ഒരു ടേം കൂടി തുടരുക എന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. കാനം രാജേന്ദ്രൻ, കെ ഇസ്മായിൽ എന്നീ പേരുകളാണ് മുഖ്യമായും പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മൂന്നാമതൊരു പേര് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വെച്ചുകൂടായികയില്ല. കോട്ടയത്തു നിന്നും സാലി മുഹമ്മദ്. മാണിയെ മുഖ്യമന്ത്രിയാക്കുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നതിനാലാണ് CPI ഇതിനെക്കുറിച്ച് പ്രതികരിച്ചതെന്ന് ബിനോയ് വിശ്വം. പ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായതിനെ തുടർന്ന് സമ്മേളനം അല്പസമയം നിർത്തിവെച്ചെന്ന വാർത്ത തെറ്റെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ചിന്തിക്കാം, സാങ്കല്പികമായിട്ട് LDFന്റെ മുൻപിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകുന്നു. ആ ഗവൺമെന്റ് നയിക്കാൻ യോഗ്യനാണോ കെ എം മാണി? നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ LDF നയിക്കുന്ന ഒരു ഗവൺമെന്റിലെ മുഖ്യമന്ത്രിയാകാൻ കെ എം മാണി യോഗ്യനാണോ? ഇന്നത്തെ അവസ്ഥയിൽ LDFനകത്തേക്ക് വരാണ്ടൊരു ഫോഴ്സായിട്ട് കേരള കോൺഗ്രസ് എമ്മിനെ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നില്ല. നിലപാടുകൾ മാറ്റി ഇടതുപക്ഷ മുന്നണിയുടെ നയങ്ങളോട്, പരിപാടിയോട്, മുദ്രാവാക്യങ്ങളോട്, പ്രക്ഷോഭങ്ങളോട് യോജിക്കാൻ തയ്യാറായിട്ടൊരു പാർട്ടി അപ്പുറത്തുണ്ടെങ്കിൽ അതപ്പോൾ വരട്ടെ. പന്ന്യൻ രവീന്ദ്രൻ CPIMന്റെ മറുപടി: ഒരു ഘട്ടത്തിലും മാണിയെ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യം LDF ആലോചിച്ചിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കേണ്ടെന്ന പ്രശ്നം CPM ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടേയില്ല. കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കണമെങ്കിൽ കെ എം മാണി LDFന്റെ നേതാവല്ലല്ലോ. UDFന്റെ ഒരു നേതാവിനെ എങ്ങനെയാണ് LDF മുഖ്യമന്ത്രിയാക്കുക? ശുദ്ധ അസംബന്ധമാണ് അത്തരത്തിലുള്ള പ്രചരണങ്ങൾ. അത് CPIയുടെ സെമിനാറിൽ സഖാവ് VSനെ വിളിച്ചതുകൊണ്ടാണ് VS പോയത്. ആ പോയതിൽ യാതൊരു തെറ്റുമില്ല. 2 ദിവസത്തെ CPIM സംസ്ഥാന സമിതി യോഗം നാളെ ആരംഭിക്കും. സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ചേരുന്ന ആദ്യ സംസ്ഥാന സമിതിയാണ് തിരുവനന്തപുരം AKG സെന്ററിൽ ചേരുന്നത്. സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ച VS അച്യുതാനന്ദൻ യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല. യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യം പുറകെ അറിയിക്കാമെന്ന് VS മാധ്യമങ്ങളോട് പറഞ്ഞു. 2 കാര്യങ്ങളിലാണ് CPIM സംസ്ഥാന സമിതി യോഗം ശ്രദ്ധേയമാകുന്നത്. 1, സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നടക്കുന്ന ആദ്യ യോഗം എന്ന നിലയിൽ. 2, സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ച VS അച്യുതാനന്ദൻ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലും. പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ അടവ് നയരേഖയ്ക്കും കരട് രാഷ്ട്രീയ പ്രമേയത്തിനുമുള്ള ഭേദഗതികളെക്കുറിച്ചും ചർച്ച ചെയ്യുവാനാണ് സംസ്ഥാന സമിതി 2 ദിവസം യോഗം ചേരുന്നത്. പുതിയ സെക്രട്ടേറിയറ്റ് രൂപീകരണം യോഗത്തിന്റെ അജണ്ടയിലില്ല. ബാർക്കോഴ പ്രശ്നത്തിൽ നിയമസഭയിലും പുറത്തും നടത്തേണ്ട സമരങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യും. മാർച്ച് 6-നാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്. അന്ന് തന്നെ LDF യോഗവും ചേരുന്നുണ്ട്. VS അച്യുതാനന്ദൻ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യം ഇതുവരെയും വ്യക്തമല്ല. സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാൻ അങ്ങേ ക്ഷണിച്ചിട്ടുണ്ടോ? അങ്ങ് പങ്കെടുക്കുന്നുണ്ടോ? തന്നെ പാർട്ടി വിരുദ്ധനായി ചിത്രീകരിക്കുന്ന പ്രമേയം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് VS അച്യുതാനന്ദന് സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ചത്. VS ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാമെന്നും സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നും ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും VS സ്വീകരിച്ചില്ല. സമ്മേളനത്തിൽ കടുത്ത നിലപാടെടുത്ത VS സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. VS അച്യുതാനന്ദൻ സംസ്ഥാന കമ്മിറ്റി അംഗമല്ല. കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് യോഗത്തിൽ പങ്കെടുക്കാം. സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്ന വിവരം അദ്ദേഹത്തെ അറിയിച്ചിട്ടുമുണ്ട്. മാർച്ച് 20, 21 തീയതികളിലാണ് പോളിറ്റ് ബ്യൂറോ യോഗം നടക്കുന്നത്. ഈ യോഗത്തിൽ VS ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വരാനിടയുണ്ട്. അതുവരെ പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടെന്ന ഉപദേശമാണ് ഒപ്പം നിൽക്കുന്നവർ VSന് നൽകിയിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള നിരവധി പേർ CPIM-ലുണ്ടെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. പിണറായി വിജയനും ഈ സ്ഥാനത്തേക്ക് യോഗ്യനാണെന്ന് വൈക്കം വിശ്വൻ പറഞ്ഞു. ബാർക്കോഴയിൽ മാണിക്കെതിരായ പ്രക്ഷോഭത്തിൽ LDF-ൽ ആശയക്കുഴപ്പം ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാണി രാജിവെക്കണമെന്നോ എന്നുള്ള കാര്യത്തിലും മാണി കോഴ വാങ്ങിയെന്നുള്ള കാര്യത്തിലും ഒന്നും ഞങ്ങൾക്ക് അന്യോന്യം ഒരു തർക്കവുമില്ല. നാടിൽ വളരെ ശക്തിയായി ആ സമരം നടക്കും. പാർട്ടിയിൽ വിവിധ ആളുകൾ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനുണ്ട്. അതുപോലെ തന്നെ പിണറായി വിജയൻ അതിന് യോഗ്യനായിരിക്കും. UDF-ന്റെ നിഷേധ നയം കയർ മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. അവഗണന നേരിടുന്ന കയർ തൊഴിലാളികളുടെ സമരത്തിന് ജനം പിന്തുണ നൽകണമെന്നും പിണറായി പറഞ്ഞു. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കയർ തൊഴിലാളികൾ സംഘടിപ്പിക്കുന്ന ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു മാസക്കാലമായി വൈക്കത്ത് നടന്ന കയർ തൊഴിലാളികളുടെ രാപ്പകൽ സമരത്തോട് നിഷേധാത്മക സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് കയർ വർക്കേഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ച് ആരംഭിച്ചത്. ജാഥ ക്യാപ്റ്റൻ തോമസ് ഐസക് MLA-ക്ക് ചെങ്കൊടി കൈമാറി CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത മേഖലയെ തകർക്കുന്ന സമീപനങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കയർ വ്യവസായത്തിലെ ഏറ്റവും കടുത്ത പ്രതിസന്ധിയുടെ ഘട്ടമാണിത്. UDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നതിന്റെ ഫലമായിട്ട് വരുന്ന നിഷേധാത്മക സമീപനം, അതോടൊപ്പം ഈ എല്ലാ സാഹചര്യവും ഇതെല്ലാം കൂടി ഒത്തുചേർന്നപ്പോൾ ഏറ്റവും കടുത്ത പ്രതിസന്ധിയാണ് ഇന്നത്തെ കയർ വ്യവസായം അഭിമുഖീകരിക്കുന്നത്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ കയർ കേന്ദ്രങ്ങളിലൂടെ കടന്നുപോകുന്ന മാർച്ച് 12-ന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും. 13-ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം ആരംഭിക്കും. 100 കയർ തൊഴിലാളികൾ മാർച്ചിൽ സ്ഥിരാംഗങ്ങളാണ്. സർക്കാരിന്റെ നിഷേധാത്മക സമീപനം തുടർന്നാൽ കയർ മന്ത്രിയുടെ ബഹിഷ്കരണം, ആലപ്പുഴ ചേർത്തല ദേശീയപാതയുടെ ഉപരോധം അടക്കമുള്ള തീവ്ര സമരമുറകൾ സ്വീകരിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആം ആദ്മി പാർട്ടിയിൽ കടുത്ത രാഷ്ട്രീയ ഭിന്നത. യോഗേന്ദ്ര യാദവ് പാർട്ടി വിട്ടേക്കും. അതിനിടയിൽ AP കൺവീനർ സ്ഥാനം ഒഴിയാൻ അരവിന്ദ് കെജ്രിവാൾ സന്നദ്ധത അറിയിച്ചു. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ചരിത്ര വിജയത്തിന് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച ചേർന്ന പാർട്ടി നിർവാഹക സമിതി യോഗത്തിലാണ് അസ്വാരസ്യങ്ങളുടെ തുടക്കം. നേരത്തെ മുതൽക്കു തന്നെ പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളും യോഗേന്ദ്ര യാദവും തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തുവന്നു. മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ പാർട്ടി കൺവീനർ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യവും ഒരു വിഭാഗം ഉന്നയിച്ചു. കെജ്രിവാൾ കൺവീനർ സ്ഥാനം ഒഴിയാൻ തയ്യാറായെങ്കിലും നിർവാഹക സമിതി അത് തള്ളി. രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിക്കാനുള്ള ചുമതല നിർവാഹക സമിതി അരവിന്ദ് കെജ്രിവാളിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ദില്ലിയിലെ സ്ഥാനാർത്ഥി നിർണയം, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന കാര്യം തുടങ്ങിയവയിലാണ് നേതാക്കൾ തമ്മിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നത്. ആം ആദ്മി പാർട്ടി സ്ഥാപക നേതാക്കളിൽ ഒരാളായ യോഗേന്ദ്ര യാദവ് പാർട്ടി വിട്ടേക്കുമെന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു പ്രമുഖ നേതാവായ പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവിന്റെ നിലപാടുകൾക്കാണ് പിന്തുണ നൽകുന്നത്. രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടനയോടെ പാർട്ടിയിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. യോഗേന്ദ്ര യാദവിനെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടുത്തുകയില്ല എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ യോഗേന്ദ്ര യാദവ് പാർട്ടി വിട്ടേക്കാനുള്ള സാധ്യതയും ഏറെയാണ്. എന്നാൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരസ്യമായ പ്രതികരണത്തിന് യോഗേന്ദ്ര യാദവ് ഇതുവരെ തയ്യാറായിട്ടില്ല. പാർട്ടിക്ക് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ പരസ്യമായ പ്രതികരണത്തിനില്ലെന്നാണ് യോഗേന്ദ്ര യാദവിന്റെ നിലപാട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആം ആദ്മിയുടെ കേരള ഘടകത്തിലും പ്രതിസന്ധി. തീവ്ര ഇടതുപക്ഷക്കാരും മത തീവ്രവാദികളും പാർട്ടിയിൽ നുഴഞ്ഞുകയറിയതിനായി മുൻകാല ആപ്പ് നേതാക്കളുടെ ആരോപണം. ഇവർ ബദൽ സംഘടന രൂപീകരിക്കാൻ ഒരുങ്ങുന്നു. ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ ഉണ്ടാകാത്തവരാണ് ഇപ്പോൾ കേരളത്തിലെ ആപ്പിന്റെ മുഖം. പഴയകാല നേതാക്കൾ അവഗണിക്കപ്പെടുകയോ മനം മടുത്ത് പിന്മാറുകയോ ചെയ്തിരിക്കുന്നു. ഇതിനെതിരെയുള്ള കൂട്ടായ്മയ്ക്ക് രൂപം നൽകുക എന്ന ലക്ഷ്യത്തോടെ വരും ദിവസങ്ങളിൽ കോട്ടയത്ത് യോഗം ചേരാനാണ് പഴയകാല നേതാക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആപ്പിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന പലരും ഇന്ന് രംഗത്തില്ല. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ AAP സ്ഥാനാർത്ഥി അനിത പ്രതാപ് പൂർണ്ണമായും പിൻവാങ്ങി. സംസ്ഥാന വക്താവായിരുന്ന KP രതീഷും പാർട്ടിയിൽ സജീവമല്ല. നിലവിലെ സംസ്ഥാന സമിതിയിൽ മനോജ് പത്മനാഭൻ ഒഴികെയുള്ളവർ പുതുമുഖങ്ങളാണ്. ഇങ്ങനെ പഴയകാല പ്രവർത്തകരെല്ലാം തന്നെ ഇന്നത്തെ ആപ്പിന് അപരിചിതരായി കഴിഞ്ഞു. പാർട്ടിയുടെ ഇപ്പോഴത്തെ മുഖമായി മാറുന്ന CR നീലകണ്ഠനോടും സാറ ജോസഫിനോടും ഇവർക്കുള്ള എതിർപ്പും ശക്തമാണ്. തികച്ചും ആസൂത്രിതമായാണ് തീവ്ര ഇടതു സ്വഭാവമുള്ളവർ ആപ്പിലേക്ക് എത്തിയതെന്നാണ് ഇവരുടെ നിഗമനം. ഇതിനായി കൊച്ചിയിൽ യോഗം ചേരുകയും അതിനുശേഷം ആപ്പിനെ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതിന്റെ സംഘടനാ തലങ്ങളിൽ നുഴഞ്ഞുകയറി അധികാരം ഉറപ്പിക്കുകയുമായിരുന്നു. സ്ഥിതിഗതികൾ ഇത്ര കണ്ട ഗുരുതരമായിട്ടും കേന്ദ്ര നേതാക്കൾ ഇടപെടാത്തതിലും ഇവർക്ക് അമർഷമുണ്ട്. ഇതിനെതിരായുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കൂടിയാണ് ബദൽ സംഘടനയ്ക്കുള്ള നീക്കം.
ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയായി മുഫ്തി മുഹമ്മദ് സയ്യിദ് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുത്തു. മോദിയും മുഫ്തി മുഹമ്മദ് സയ്യിദും ഇന്നു തന്നെ മാധ്യമങ്ങളെ കണ്ടേക്കും. 49 ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ കാശ്മീരിൽ BJP PDP സഖ്യ സർക്കാർ നിലവിൽ വന്നു. PDP നേതാവ് മുഫ്തി മുഹമ്മദ് സയ്യിദ് കാശ്മീരിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായും BJP നേതാവ് നിർമ്മൽ സിംഗ് ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. PDP സഖ്യ സർക്കാരിൽ 25 മന്ത്രിമാരാണുള്ളത്. ഇതിൽ 13 പേർ PDPയിൽ നിന്നും 12 പേർ BJPയിൽ നിന്നുമാണ്. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ മുൻ വിഘടനവാദി നേതാവ് സജാദ് ലോണും ഉൾപ്പെടുന്നു. കനത്ത സുരക്ഷാ വലയത്തിൽ ജമ്മു സർവകലാശാലയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP പ്രസിഡന്റ് അമിത്ഷാ, നിരവധി കേന്ദ്രമന്ത്രിമാർ എന്നിവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സഖ്യ സർക്കാരിൻ്റെ പൊതുമിനിമം പരിപാടിയും പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്. രാഹുൽ ഗാന്ധി അവധിയിൽ പോയത് കൂടുതൽ കരുത്തനായി തിരിച്ചുവരാനെന്ന് AK ആന്റണി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സർക്കാർ ഉമ്മൻചാണ്ടിയുടേതാണെന്നും ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞു. പഴയകാലം പോലെ കുറ്റിച്ചൂലിലും വോട്ട് ചെയ്യുന്ന കാലം ഇന്ത്യയിൽ കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടിക്കും പ്രാധാന്യമുണ്ട്, സ്ഥാനാർത്ഥിക്കും പ്രാധാന്യം. അതിന് അധികമായി നോമിനികളെ കുത്തിനിറയ്ക്കാൻ പോയാൽ പാർട്ടി എത്ര ശക്തമാണെങ്കിലും സംഗതി അപകടത്തിൽ കലാശിക്കും. കോൺഗ്രസ് ഉപാധ്യക്ഷൻ കുറച്ച് ദിവസത്തേക്ക് മാറി വന്നപ്പോൾ ആകാശം ഇടിഞ്ഞു പോയി എന്ന് കൂടുതൽ കരുത്തനായി, കൂടുതൽ ഊർജ്ജസ്വലനായി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ രംഗത്തിറങ്ങും. അദ്ദേഹത്തിൻ്റെയും സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ എനിക്ക് സംശയമില്ല നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. സംസ്ഥാനത്ത് ടിപ്പർ ലോറികളുടെ അനിശ്ചിതകാല പണിമുടക്ക് തുടരുന്നു. ക്വാറി സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചാണ് സമരം. ഇതോടെ നിർമ്മാണ മേഖല പ്രതിസന്ധിയിലായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 18 ദിവസമായി തുടരുന്ന ക്രഷർ ക്വാറി സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് ടിപ്പർ തൊഴിലാളികളും പണിമുടക്കിയതോടെ കടുത്ത നിർമ്മാണ പ്രതിസന്ധിക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. കൊച്ചി മെട്രോ നിർമ്മാണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മുട്ടം യാർഡിലും പ്രവൃത്തികൾ തടസ്സപ്പെട്ടതോടെ പ്രതിദിനം 50 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് DMRC അറിയിച്ചു. സമരത്തെ തുടർന്ന് 4000-ഓളം വരുന്ന മെട്രോ തൊഴിലാളികൾ ദുരിതത്തിലായി. സമരം ഒത്തുതീർപ്പാക്കാത്തത് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറില്ലായിരുന്നു. ഒരു മാസമായി ക്വാറികളുടെ പ്രവർത്തനം നിലച്ചിട്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിമാരോ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി എന്താണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള വഴിയെന്ന് ഇന്ന് വരെ ആലോചിച്ചില്ല. ഒരു ട്രേഡ് യൂണിയനെ വിളിച്ചില്ല. 11 തവണ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും പ്രശ്നം ഒത്തുതീർന്നില്ല. നാളെ കൊച്ചിയിൽ മുഖ്യമന്ത്രിയുമായി സമരക്കാർ വീണ്ടും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദേശീയ ഗെയിംസ് അഴിമതി അന്വേഷിച്ചില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ മുറിയിൽ സമരം നടത്തുമെന്ന് V ശിവൻകുട്ടി MLA. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, കായികമന്ത്രി എന്നിവരുൾപ്പെട്ടതുകൊണ്ടാണ് അന്വേഷിക്കാത്തതെന്നും ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ ഇനി പരാതി കൊടുത്ത എന്നെപ്പോലുള്ള ആൾക്കാർ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ചെന്നിരുന്ന് സമരം നടത്തേണ്ട സാഹചര്യം ഉണ്ടായാലേ അനങ്ങുള്ളെന്നുണ്ടെങ്കിൽ അത് പിന്നെ മന്ത്രി വ്യക്തമാക്കണമെന്ന് ഞാൻ വളരെ കർശനമായി തന്നെ ആവശ്യപ്പെടുകയാണ്. ഇന്ത്യൻ ഭരണഘടന, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, 1982 അഴിമതി നിരോധന നിയമം എന്നിവ പ്രകാരം MLA മാർ എന്നിവ പ്രകാരമല്ല, ഒരു സാധാരണ പൗരൻ പരാതി നൽകിയാൽ പോലും, MLA പോട്ടെ, ഒരു സാധാരണ പൗരൻ പരാതി നൽകിയാൽ പോലും സംസ്ഥാനത്തെ DGPയും വിജിലൻസ് ഡയറക്ടറും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും പ്രസ്തുത പരാതികൾക്ക് മറുപടി നൽകാനെങ്കിലും പിന്നെ ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ്. പെരുമ്പാവൂരിൽ വീണ ഉൽക്കയുടെ അവശിഷ്ടങ്ങൾ കൂടുതൽ പരിശോധനയ്ക്കായി ജിയോളജിക്കൽ ലാബിലേക്ക് അയക്കും. അതേസമയം വീണത് ഉൽക്ക തന്നെയെന്ന് ഭൗമശാസ്ത്ര പഠന കേന്ദ്രം സ്ഥിരീകരിച്ചു. 27-ാം തീയതി രാത്രി 10 മണിയോടെയാണ് അപ്രതീക്ഷിതമായി തീഗോളം പ്രത്യക്ഷപ്പെട്ടത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആകാശത്ത് രൂപപ്പെട്ട തീഗോളം താഴേക്ക് വീണു. എറണാകുളം ജില്ലയിലെ പറവൂർ, കരുമാലൂർ, കുരുപ്പമ്പടി, വലമ്പൂർ എന്നിവിടങ്ങളിലെല്ലാം തീഗോളം താഴേക്ക് പതിക്കുകയും തീപിടുത്തമുണ്ടാവുകയും ചെയ്തു. കരുമാലൂരിൽ 4 സെന്റോളം ഒഴിഞ്ഞ പ്രദേശം കത്തിക്കരിഞ്ഞു. തീഗോള പതനത്തിന് കാരണമെന്തെന്ന് അജ്ഞാതമായിരുന്നു. പിന്നീട് ദുരന്ത നിവാരണ സേനയും ഭൗമശാസ്ത്രജ്ഞരും സംഭവസ്ഥലത്തെത്തി വിശദ പരിശോധന നടത്തി. പരിശോധനയിൽ ഉൽക്കയാണ് താഴേക്ക് പതിച്ചതെന്ന് ശാസ്ത്രജ്ഞർ പ്രാഥമിക നിഗമനത്തിലെത്തി. ആലപ്പുഴ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷന് സമീപത്തും ഉൽക്കയുടേതെന്ന് കരുതുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഉൽക്കാവശിഷ്ടങ്ങൾ ശാസ്ത്രജ്ഞർ വിദഗ്ധ പരിശോധനയ്ക്കായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ലാബിലേക്ക് അയക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.